ഈ വീഡിയോയിൽ വളരെ നിർണായകമായിട്ടുള്ള കീ ഡെവലപ്മെൻറ്റുകളാണ് നോക്കുന്നത്, പ്രത്യേകിച്ച് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഇന്നലെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഗുജറാത്തിൽ ഒരു സെമി കണ്ടക്ടർ ഫാക്ടറി ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ആനുവൽ കപ്പാസിറ്റി ഓഫ് 200 മില്യൺ ചിപ്പുകൾ പാക്ക് ചെയ്യാനുള്ള സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഈ ഫാക്ടറിയിലെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് പെർ ഡേ 15 മില്യനും അതുപോലെ ആനുവലി 5 ബില്യണിലേക്ക് പ്രൊഡക്ഷൻ ഉയർത്തുമെന്നാണ് വാഗ്ദാനങ്ങൾ. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് ഇന്ത്യ മാത്രമല്ല, ഇതിനോടൊപ്പം ജപ്പാനും തായ്ലാൻഡും പാർട്ട്ണർഷിപ്പ് ചേർന്നിട്ടുണ്ട് ഈ കമ്പനിയിൽ. ഇന്ത്യയുടെ സെമിക്കോൺ എന്ന് പറഞ്ഞ ആ പ്രോജക്റ്റിൻ്റെ കീഴിലാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ സിലിക്കോൺ വാഫെയർ എന്ന് പറഞ്ഞ ആ ഒരു പാക്കിംഗ് മാത്രമല്ല, ഇത് കമേഴ്ഷ്യൽ മാർക്കറ്റിൽ എത്തിക്കുന്ന തരത്തിലുള്ള ഒരു സമ്പൂർണ്ണ പ്രോസസ്സ്, സെമി കണ്ടക്ടറിൻ്റെ A to Z കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന തരത്തിലാണ് ഈ ഫാക്ടറിയുടെ നിർമ്മാണം. അപ്പോൾ ഇതിനകത്ത് ഈ വാഫെയർ ടെക്നോളജി എന്ന് പറയുന്നത് ശരിക്കും ഈ സിലിക്കൺ വാഫെയർ എന്ന് പറയുന്നത് നമുക്ക് പണ്ട് ഈ കാക്കപ്പൻ എന്ന് പറയുന്ന രീതിയിൽ കിട്ടുന്ന ആ ഒരു സാധനം തന്നെയാണ്. അതിൻ്റെ വലിയ തോതിലുള്ള സിലിക്കൺ പാച്ചസ് ആണ് ഇത്. ഇങ്ങനെ പിടിച്ചാൽ പൊട്ടിപ്പോവും, അത്തരത്തിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണിത്. അതിൽ ചില ടെക്നോളജിക്കൽ വിഷയങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടാണ് ഈ വാഫെയർ പാക്കിംഗ് ആദ്യം നടത്തുന്നത്. ഇത് സെമി കണ്ടക്ടർ മേഖലയിൽ പ്രാഥമികമായിട്ട് പ്രൈമറി ആയിട്ട് ചെയ്യുന്ന വർക്കുകളാണ്. അപ്പോൾ അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഫാക്ടറിയിൽ നടക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് നാനോ ചിപ്പ് നിർമ്മാണമല്ല, നോർമലായിട്ടുള്ള സെമി കണ്ടക്ടറാണ്. അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെ മേഖലകളിലുള്ള ചിപ്പുകളാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമോട്ടീവ് കൺസ്യൂമേഴ്സ്, ഇലക്ട്രോണിക്സ്, ഇൻഡസ്ട്രിയൽ എക്യുപ്മെൻറ്റ്സ്, ടെലികമ്മ്യൂണിക്കേഷൻസ്, ഇലക്ട്രിക് വെഹിക്കിൾസ്, പവർ ഇലക്ട്രോണിക്സ്, നെറ്റ്വർക്കിംഗ് ആൻഡ് ഇൻ്റർനെറ്റുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന പല പ്രോഡക്ട്സുകളുടെയും ചിപ്പ് ഇവിടെ നിർമ്മിക്കപ്പെടും. CG പവേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയൽ സൊല്യൂഷൻസ് ലിമിറ്റഡ് എന്നാണ് കമ്പനിയുടെ പേര്. CG സെമി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ബ്രാഞ്ചാണ് ഈ കമ്പനി. സനന്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഗുജറാത്തിലാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇത് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ലാർജ് സ്കെയിൽ ഔട്ട്സോഴ്സ്ഡ് സെമി കണ്ടക്ടർ അസംബിൾ ആൻഡ് ടെസ്റ്റിംഗ് യൂണിറ്റ് ആണ്. റെനീസാസ് ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ ജാപ്പനീസ് കമ്പനിയും അതോടൊപ്പം സ്റ്റാർസ് മൈക്രോ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ തായ്ലാൻഡ് കമ്പനിയും ഇതിൽ ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പ്ലാന്റ് കമൻസ്ഡ് കമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ കമൻസ്മെൻറ്റ് നടത്തി കഴിഞ്ഞു. കംപ്ലീറ്റിംഗ് എക്യുപ്മെൻറ്റ് ഇൻസ്റ്റാളേഷൻസ് അതെല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടാണ് ഈ കമൻസ്മെൻ്റ് ഒക്കെ നടത്തിയിരിക്കുന്നത്. സ്റ്റെബിലൈസേഷൻ വർക്ക് ഫോഴ്സ് ട്രെയിനിങ് ഇവിടെ നടത്തിയിട്ടുണ്ട്. അതുപോലെ കസ്റ്റമർ ക്വാളിഫിക്കേഷൻ, ഫാബ്രിക്കേഷൻ, പ്രോഡക്റ്റ് ദാറ്റ് പ്രൊഡ്യൂസ് സിലിക്കൺ വാഫേഴ്സ്, അതോടൊപ്പം OSAT എന്ന് പറയുമ്പം ഔട്ട്സോഴ്സ്ഡ് സെമി കണ്ടക്ടർ അസംബിൾ ആൻഡ് ടെസ്റ്റിംഗ് വർക്ക് ഇവിടെ നടക്കും. ഇന്ത്യക്ക് തീർച്ചയായിട്ടും ഇതൊരു മൈൽ സ്റ്റോൺ ആണ്, അത് ഇല്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഒരുപാട് കാലത്തെ കാത്തിരിപ്പിൻ്റെ ഒരു ആൻസർ കൂടിയാണ് ഈ ഫാക്ടറി. അതുപോലെ രാജസ്ഥാനിൽ കഴിഞ്ഞൊരു 1.5 മാസങ്ങൾക്ക് മുമ്പ് ഒരു പുതുതായിട്ട് ഇനോഗ്രേറ്റ് ചെയ്യാനിരുന്ന പെട്രോ കെമിക്കൽ പ്ലാന്റ്, അവിടെ ഒരു ഫയർ ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. വലിയ രീതിയിൽ ഒരു വലിയ പോർഷൻ തന്നെ കത്തി നശിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം തന്നെ റെക്ടിഫൈ ചെയ്ത് അതും പ്രൈം മിനിസ്റ്റർ ഇന്നലെ തന്നെ ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. അതിന് മുമ്പ് കുറച്ച് വിഷയങ്ങളും കൂടി നോക്കേണ്ടതുണ്ട്. ഇന്ത്യൻ ആർമി ജമ്മു ആൻഡ് കശ്മീരിൽ സൊഫിയാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് 2 ലഷ്കർ തീവ്രവാദികളെ കോണറൈസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒരു വീട്ടിനുള്ളിൽ ഇവരുടെ ലൊക്കേഷൻ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് സർവൈലൻസിലൂടെ അവരെ കൃത്യമായിട്ട് ഒരു വീട്ടിനുള്ളിൽ എസ്കേപ്പ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ലോക്കാക്കി വെച്ചിരിക്കുകയാണ്. ഇവരെ ജീവനോടെ പിടികൂടുവോ അല്ലാന്നുണ്ടെങ്കിൽ ശരിക്കും ഇവർ കൗണ്ടർ ഫയറിങ് ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അതേ സെക്യൂരിറ്റി ഓഫീസേഴ്സ് അങ്ങോട്ട് അപ്രോച്ച് ചെയ്ത സമയത്ത് ഇവരുടെ കയ്യിലുള്ള തോക്ക് വെച്ചിട്ട് ഇവർ ഫയറിങ് നടത്തിയതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. അതിനെ തുടർന്ന് അഡീഷണൽ ഫോഴ്സിനെ അവിടെ വിന്യസിച്ചുകൊണ്ട് ആ വീട്ടിനുള്ളിൽ തന്നെ ഇവരെ ട്രാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവരെ ഒന്നെങ്കിൽ ജീവനോടെ പിടികൂടും, ഇല്ലാന്നുണ്ടെങ്കിൽ തട്ടിക്കളയും. ആ ഓപ്പറേഷൻ ഇൻറ്റൻസിഫൈ ചെയ്തിരിക്കുകയാണ് ഇന്ത്യൻ ആർമി. ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് ഇവർ 2 പേരും തന്നെ ശരിക്കും ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ ഉള്ളിൽ ഗുർഗ്രാം എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് ഉള്ള ആൾക്കാരാണ്. ഒരുത്തൻ്റെ പേര് ലത്തീഫ്, മറ്റൊരുത്തൻ്റെ പേര് സാക്കിർ. ഈ സാക്കിറിന് ലഷ്കർ എ തയ്യബയുമായിട്ട് നല്ല രീതിയിലുള്ള ബന്ധമുണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇവരെയൊന്നും ഒതുക്കേണ്ട കാര്യമൊന്നുമില്ലെന്നേ, തട്ടിക്കളയണം, അപ്പോഴേ തട്ടുക, അതാണ് ചെയ്യേണ്ടത്. ഇന്ത്യയും ജപ്പാനും തമ്മിൽ ഇൻഡസ്ട്രിയൽ ടൈസ്, വ്യാവസായിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഭാരത് ഫോർജ് എന്ന് പറഞ്ഞ കമ്പനിയുടെ CEO ആയിട്ടുള്ള ഫൗണ്ടറായിട്ടുള്ള ബാബ കല്യാണിയെ ജാപ്പനീസ് പ്രൈം മിനിസ്റ്റർ സനെ തക്കേച്ചിയുമായിട്ട് കൂടിക്കാഴ്ച നടത്താൻ വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ് തന്നെ ഒരു പ്ലാറ്റ്ഫോം അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ തുടർന്ന് ബാബാ സാഹേബ് നീലകാന്ത് കല്യാണി എന്ന് വിളിക്കപ്പെടുന്ന
ബാബ കല്യാണി ഭാരത് ഫോർജ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറാണ്. പുള്ളിക്കാരൻ നേരിട്ടെത്തി ജാപ്പനീസ് പ്രൈം മിനിസ്റ്റർ സനെ തക്കേഷിയുമായിട്ട് ഒരു ഇൻട്രാക്ഷൻ നടത്തിയിട്ടുണ്ട്. ഇന്ത്യ UK യിൽ നിന്നും 9 ജാഗ്വാർ ഫൈറ്റർ ജെറ്റുകൾ വാങ്ങിച്ചിട്ടുണ്ട്. സ്ക്രാപ്പാണ്, റിട്ടയർഡാണിത്. ഇത് ഇന്ത്യയിലുള്ള ജാഗ്വാർ ഫൈറ്റർ ജെറ്റുകളെ ഒന്ന് ഈ സ്പെയർ പാർട്സുകളൊക്കെ എടുത്ത് അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഇട്ട് റീപ്ലേസ് ചെയ്ത് അതിനെ ഒരു വർക്കിംഗ് കണ്ടീഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ 9 സ്ക്രാപ്പ് ഫൈറ്റർ ജെറ്റുകൾ UK യിൽ നിന്നും ഇന്ത്യ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു താൽക്കാലിക അഡ്ജസ്റ്റ്മെൻറ്റ് അതാണ് ഇപ്പോൾ ഇന്ത്യ നടത്തിയിരിക്കുന്നത്. എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ എസ് ജയശങ്കർ GCC രാജ്യങ്ങളിലൂടെ ഒരു സന്ദർശനം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് 5-ാം തീയതി മുതൽ, അതായത് ഇന്ന് മുതൽ 10-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ഖത്താർ, ബഹ്റൈൻ, കുവൈറ്റ് ആൻഡ് ഒമാൻ ഈ രാജ്യങ്ങളിലേക്ക് ഒരു സന്ദർശനം നടത്തും. ബയലേറ്ററൽ ടോക്ക് അതാണ് ഉദ്ദേശിക്കുന്നത്. ഈ രാജ്യങ്ങളുമായിട്ട് നല്ല രീതിയിലുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ യാത്രയിൽ തീരുമാനിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ ഇൻഡിപെൻഡൻസ് 250 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആനിവേഴ്സറി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് പ്രത്യേകിച്ച് ഇപ്പുറത്ത് ഇറാൻ്റെ ആയത്തുൽ അലി ഖമനേയിയുടെ ഫ്യൂണറൽ സെറമണിയുമായിട്ട് ബന്ധപ്പെട്ട് ആഘോഷം നടക്കുന്ന അതേ സമയത്ത് തന്നെയാണ് അമേരിക്കൻ ചേരിയിൽ ഇൻഡിപെൻഡൻസ് 250 എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ എൻവോയ് ആയിട്ടുള്ള സെർജിയോ ഗോർ ഇന്ത്യയുടെ മെസ്സേജുമായിട്ട് ട്രംപിനെ മീറ്റ് ചെയ്യാൻ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ അമേരിക്കയുടെ 250th ഇൻഡിപെൻഡൻസ് ആനിവേഴ്സറിക്ക് വിഷസ് അറിയിച്ചിട്ടുണ്ട്. ട്രംപ് ആണെന്നുണ്ടെങ്കിൽ നെതന്യാഹുവിനിട്ട് ഒരു പണി വേറെ ഒന്നുമില്ല, പുള്ളിയുടെ ആ ഒരു സംസാര ശൈലി തന്നെ. നെതന്യാഹുവിന് അറിയാം ഹൂസ് ദ ബോസ്, ആരാണ് ബോസ് എന്നുള്ളത് നെതന്യാഹുവിന് വളരെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് നെതന്യാഹു ഇവിടെ വരുന്നുണ്ട് വാഷിങ്ടൺ DC-യിൽ. നിരവധി വിഷയങ്ങൾ ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ സംസാരിക്കേണ്ടതുണ്ട്, അത് ചർച്ചയിലൂടെ കാര്യങ്ങളൊക്കെ പരിഹരിക്കുമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നെതന്യാഹു ഇതിനെ വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. യെസ്, ആസ് യൂഷ്വൽ യു ആർ ദ ബോസ് എന്ന് വേണമെങ്കിൽ നെതന്യാഹു പറയും. പക്ഷേ ട്രംപിൻ്റെ ഒരു മാനസികാവസ്ഥ, അതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ എന്തായാലും കനത്ത പ്രതിഷേധം POK മേഖലയിൽ നടക്കുകയാണ്. പ്രതിഷേധം പാകിസ്ഥാൻ എത്ര ശ്രമിച്ചിട്ടും അതിനെ അടിച്ചമർത്താനോ അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ കാണാനോ കഴിയുന്നില്ല. ആ അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും പ്രതിഷേധം ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് JAAC എന്ന് പറഞ്ഞ സംഘടന ഖ്വാജ ആസിഫിനെതിരെയും അസീം മുനീറിനെതിരെയുമാണ് വല്ലാത്ത രീതിയിലുള്ള പ്രതിഷേധങ്ങൾ. അവരുടെ മുദ്രാവാക്യങ്ങൾ ഇതെല്ലാം തന്നെ ഇവർക്കെതിരെയാണ്. ഇറാനാണെന്നുണ്ടെങ്കിൽ ആയത്തുൽ അലി ഖമനേയിയുടെ ഫ്യൂണറൽ സെറമണിക്ക് പങ്കെടുത്ത 70 രാജ്യങ്ങൾക്ക് നന്ദി പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇറാൻ താങ്ക്സ് ഫോർ 17 നേഷൻസ് ഫോർ അറ്റൻഡിങ് ഖമനേയിസ് ഫ്യൂണറൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഖമനേയിയുടെ 3 മക്കളും കൂടി ഈ സെറമണിയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇവർ ഇത്രയും നാളും ഹിഡൻ ആയിരുന്നു. ഇവരാരും തന്നെ ഖമനേയിയെ റീപ്ലേസ് ചെയ്യുന്ന രീതിയിലുള്ള സക്സസേഴ്സ് അല്ല. സക്സസർ എന്ന് പറയുന്നത് മുജ്തബ ഖമനേയിയാണ്. മുജ്തബ ഖമനേയിയാണെന്നുണ്ടെങ്കിൽ ഇതുവരെ പുറം ലോകത്ത് തല കാണിച്ചിട്ടില്ല. ഇനി എപ്പോൾ കാണിക്കുമെന്നുള്ളതിൽ ഒരു വ്യക്തതയുമില്ല. ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസസ്ക്യാൻ ഇസ്രായേലിനെതിരെ ഒരു കണ്ടംപ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, ഇസ്രായേൽ അറബ് രാജ്യങ്ങൾക്കിടയിലുള്ള ആ ഒരു സഹകരണ മനോഭാവം, അവരുടെ യൂണിറ്റിയെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഇസ്രായേലിനെതിരെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെങ്കിൽ ഈ വരും ദിവസങ്ങളിൽ ഇന്തോനേഷ്യ സന്ദർശിക്കാനിരിക്കുകയാണ്. ഇന്തോനേഷ്യ ഇന്ത്യയുടെ അടുത്ത് ഒരു ആവശ്യം, ബ്രഹ്മോസ് മിസൈൽ അവർക്ക് വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് പ്രത്യേകിച്ച് സബ്മറൈനിൽ നിന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബ്രഹ്മോസ് മിസൈൽ 4 എണ്ണമാണ് വേണ്ടത് അവർക്ക്, 4 യൂണിറ്റ്. ഈ 4 എണ്ണവും അവർക്ക് സബ്മറൈനിൽ ബിൽഡ് ചെയ്ത് വെച്ച് ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള മിസൈലുകളാണ് അവർക്ക് വേണ്ടത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്തോനേഷ്യ സന്ദർശിക്കുമ്പോൾ ഈ വിഷയം ഡീപ്പർ ലെവലിൽ ഡിസ്കസ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്തോനേഷ്യയിലും കൂടി നമ്മൾ ബ്രഹ്മോസ് എത്തിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഒരു മാപ്പ് ഞാനിവിടെ കാണിക്കാം. അതായത് ചൈനയെ ചുറ്റി ഒരു ബ്രഹ്മോസ് വലയം. ഇപ്പോൾ ചൈനയെ ചുറ്റി ബ്രഹ്മോസ് വലയം എന്ന് പറഞ്ഞാൽ റഷ്യയാണ് ഇതിൻ്റെ അകത്ത് ടോപ്പിൽ കാണിച്ചിരിക്കുന്നത്. അതിലെനിക്ക് ഇച്ചിരി വിയോജിപ്പുണ്ട്. കാരണം റഷ്യയുടെ സൈഡിൽ നിന്നും ഒരിക്കലും നമ്മൾ ചൈനയ്ക്കെതിരെ ഒരു നിലപാട് പ്രതീക്ഷിക്കേണ്ടതില്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. പക്ഷേ ഈ മാപ്പ് ജസ്റ്റ് കാണിച്ചിരിക്കുകയാണ്. കാരണം ഈ ബ്രഹ്മോസ് എന്ന് പറയുന്നത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ജോയിൻറ്റ് പ്രൊട്ടക്ഷൻ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവിടെ കാണിച്ചിരിക്കുന്നതാണ്. നേരെ മറിച്ച് അപ്പുറത്ത് നോക്കി കഴിഞ്ഞാൽ ഫിലിപ്പൈൻസിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിപ്പം വിയറ്റ്നാം, ഇന്തോനേഷ്യ, അതുപോലെ തന്നെ ത്രൂ ഔട്ട് ഇന്ത്യ. അപ്പോൾ ഇങ്ങനൊരു വലയം അതാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് ജസ്റ്റ് സ്ട്രാറ്റജി മാത്രമാണ്. ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ ഡീപ്പായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇന്തോനേഷ്യയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള ഒരു ഇന്ത്യൻ ഓഷൻ്റെ ആ ഒരു ഡിസ്റ്റൻസ് മാത്രം നമ്മൾ ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അതൊരു വലിയ ഗ്യാപ്പാണ്. ഇത് ശരിക്കും ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് ഇന്ത്യക്കുള്ളിൽ നിന്നും പബ്ലിഷ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു മാപ്പാണ്. അതിൽ കൂടുതൽ ഇതിന് പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ എന്തായാലും നമ്മൾ ചൈനയെ ചുറ്റിലും ഇങ്ങനെ ഒരു വലയം തീർക്കുന്നുണ്ട്. ശരിക്കും ജപ്പാൻ, സൗത്ത് കൊറിയ, ഓസ്ട്രേലിയ, ഫിലിപ്പൈൻസ്, ഇനിയിപ്പോൾ വിയറ്റ്നാം, ഇന്തോനേഷ്യ ഇതും കൂടി ഈ ടീമിലേക്ക് വന്നു കഴിഞ്ഞാൽ
അപ്പോൾ കുറച്ചുകൂടെ ശക്തമാകും കാര്യങ്ങൾ. ബ്രഹ്മോസ് ഇന്ത്യയുടെ ഒരു മിസൈൽ സിസ്റ്റം എന്നുള്ള രീതിയിൽ ഇന്ത്യയുടെ ഓൺ ഡിഫൻസ് പ്രോഡക്റ്റ് നമ്മളെടുത്ത് നിന്ന് ചൈനയെക്കാളും കൂടുതൽ വിശ്വസ്തയോടുകൂടി മറ്റുള്ള രാജ്യങ്ങൾ പർച്ചേസ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അവിടെയാണ് നമ്മൾ ചൈനയ്ക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് തിരിച്ചടി കൊടുക്കുന്നത്. കാരണം ചൈനയുടെ ആയുധങ്ങൾ ഇതേപോലെ ട്രസ്റ്റഡ് ആയിട്ട് ആരും പർച്ചേസ് ചെയ്യുന്നില്ല. ഇൻക്ലൂഡിങ് UAE ഉൾപ്പെടെ ബ്രഹ്മോസുമായിട്ട് ബന്ധപ്പെട്ട ഡീലിൽ നമ്മൾ ഇൻടാക്ട് ചെയ്യുകയാണ്. ഇതാണ് ഇന്ത്യയുടെ വിജയം. അല്ലാതെ നമ്മളിങ്ങനെ ഒരു പടം വരച്ച് കാണിച്ചത് കൊണ്ട് അതിൽ വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ അതേസമയം ഞാൻ ഈ പറഞ്ഞ സഖ്യരാഷ്ട്രങ്ങൾ, ഞാനിപ്പോൾ ലിസ്റ്റ് ചെയ്ത് ഇത്രയും രാജ്യങ്ങളുണ്ടല്ലോ, ഈ രാജ്യങ്ങളുടെ കൂട്ടായ്മ ഇത് ശക്തിപ്പെടുത്തുന്നതോടുകൂടി ചൈനയ്ക്ക് അതൊരു പണിയാവും. അതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓൾറെഡി തന്നെ ഇന്ത്യയും ജപ്പാനും തമ്മിൽ ഫിലിപ്പൈൻസുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കഷൻ നടത്തിയതിൽ ചൈനയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്തോനേഷ്യ സന്ദർശിക്കുന്നതോടുകൂടി ശരിക്കും ചൈനയ്ക്ക് അത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം അവിടെയും നമ്മൾ ബ്രഹ്മോസുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി ഇന്നലെ രാജസ്ഥാനിൽ ഒരു പെട്രോകെമിക്കൽ പ്ലാന്റ് കം റിഫൈനറിയുമാണ്, അതേസമയം പെട്രോകെമിക്കൽ പ്രോഡക്റ്റുകളും നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു ഫാക്ടറിയാണ് ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഫെസിലിറ്റി വൺ ഓഫ് ദ മോസ്റ്റ് അഡ്വാൻസ്ഡ് ഫെസിലിറ്റീസ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് പൂർണ്ണമായിട്ടും ഡെസേർട്ടിലാണ്, ഒരു മരുഭൂമിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. 15 മില്യൺ ക്യൂബിക് മീറ്റർ എക്സ്കാവേഷൻ നടത്തിയിട്ടുണ്ട്. ഈ പ്രോജക്റ്റ് പണി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആ ലൊക്കേഷനിൽ അത്രയും ഡീപ്പ് ലെവലിലുള്ള എക്സ്കാവേഷൻ നടത്തിയിട്ടാണ് ഈ റിഫൈനറി പണി കഴിച്ചിരിക്കുന്നത്. 1.6 മില്യൺ ക്യൂബിക് മീറ്റർ കോൺക്രീറ്റ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. 3 ലക്ഷം മെട്രിക് ടൺ സ്റ്റീലാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഏതാണ്ട് 5 ബുർജ് ഖലീഫ നിർമ്മിക്കുന്നതിൻ്റെ ഈക്വലായിട്ടുള്ള കോൺക്രീറ്റ് ആണ് നമ്മൾ ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ബേസ്മെൻറ്റിലും ഇതിൻ്റെ ചുറ്റുപാടുകളിലുമൊക്കെ ആയിട്ട് 28,000 കിലോമീറ്റർ കേബിൾസ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. മോർ ദൻ ദ ട്വൈസ് ഓഫ് എർത്ത് ഡയമീറ്റർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഞാനിവിടെ സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇന്ത്യക്കുള്ളിൽ ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകളൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനത്തെ ഒരു റിഫൈനറി പണിതിരിക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഡയറക്റ്റ് ഓപ്പർച്യൂണിറ്റീസ് എത്ര കമ്പനികൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. കാരണം ഈ ഒരു റിഫൈനറി ബിൽഡ് ചെയ്യാൻ വേണ്ടി എത്ര സപ്ലയേഴ്സ്, ആ സപ്ലയേഴ്സിൻ്റെ കയ്യിൽ നിന്നും മാസീവായിട്ടുള്ള ക്വാണ്ടിറ്റിയിലാണ് ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ജസ്റ്റ് ഒരു റിഫൈനറി എന്ന് വിലയിരുത്തുന്നതിന് പകരം ഇത് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ്. ഇനിയിപ്പോൾ നിരവധി പേർക്ക് ഇവിടെ ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടും. അതുപോലെ തന്നെ ഇതേപോലെ സപ്ലയേഴ്സ് ഉണ്ടാവും. ഇത് ഒരു ജോയിൻറ്റ് വെഞ്ചർ പ്രോജക്റ്റാണ്, പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് കമ്പനിയാണ്. രാജസ്ഥാൻ്റെ ഗവൺമെൻറ് ആണ് ഇത് ഓൺ ചെയ്യുന്നത്. അതേസമയം ഇതിൻ്റെ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് ഇതിൻ്റെ പ്രൈവറ്റ് പാർട്ട്ണർ. 79,449 കോടിയാണ് ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്. ക്രൂഡ് ഓയിൽ റിഫൈനിങ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഇന്നലെ മുതൽ. പ്രാഥമികമായിട്ട് 35,000 ഡയറക്റ്റ് എംപ്ലോയ്മെൻറ്റ്, അതുപോലെ തന്നെ 1 ലക്ഷം പേർക്ക് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എംപ്ലോയ്മെൻറ്റ്. അതാണ് ഈ റിഫൈനറി ഓഫർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇനിയും ഇതേപോലെ ഇന്ത്യക്കുള്ളിൽ നിരവധി പ്രോജക്റ്റുകൾ ഉയർന്നു വരട്ടെ, ഒരുപാട് പേർക്ക് ജോലി സാധ്യതകൾ കിട്ടട്ടെ, ഇന്ത്യ മുന്നോട്ട് തന്നെ ഇങ്ങനെ ഗംഭീരമായി സഞ്ചരിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.